എല്ലാവർക്കും നമസ്കാരം. സവാരിഗിരിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മഹാബലേശ്വരത്തു നിന്ന് ഇന്ന് ഇറങ്ങി ഇവിടുന്ന് നേരെ മുംബൈ വരെയാണ് ഇന്നത്തെ പ്ലാൻ ഉദ്ദേശിക്കുന്നത്. പോകുന്ന വഴിക്ക് ലോണാവാല വഴി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് യാത്രയിലെ കാഴ്ചകൾ കാണാം. ഓക്കെ. ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഏകദേശം 7:30 ആകാറായി. നമ്മൾ അടുത്ത ദിവസം മഹാബലേശ്വർ എന്ന് പറയുന്ന സിറ്റിയോട് നമ്മൾ വിട പറയുകയാണ്. പൊതുവേ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മുടെ മഹാബലേശ്വർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നമുക്ക് തരുന്നില്ല. പൊതുവേ ഒരു എന്തിനും ഏതിനും ആർത്തിയോടെ പണക്കൊതിയോടെ നോക്കുന്ന ആൾക്കാരെ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്താ വെച്ചാൽ എല്ലാം ബിസിനസ്സാണ്. നമ്മൾ ഇന്നലെ കണ്ട മാർക്കറ്റും പരിസര പ്രദേശങ്ങളുമാണിത്. എല്ലാം ആക്റ്റീവായി വരുന്നേ ഉള്ളൂ രാവിലെ. പിന്നെ ഇവിടെ വരുമ്പോൾ ഓരോ വണ്ടിക്കും കണ്ടോ, അവർക്ക് ഇവിടെ വരുമ്പോൾ എക്സ്ട്രാ ടോൾ കൊടുക്കണം. ഇങ്ങോട്ടുള്ളതിൻ്റെ പ്രവേശനത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കാശ് പിരിക്കുന്നുണ്ട്. അത് നമ്മളെ ഇന്ന് പറഞ്ഞ് 200 രൂപ ചോദിച്ചു. പിന്നെ പറഞ്ഞു എന്തൊക്കെ ഉടായ്പാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഉടായ്പ. 200 രൂപ വന്ന് ചോദിച്ചത് 2 പേർക്ക് ബൈക്കിൽ പോയതിന് പൈസ കൊടുക്കാൻ പറഞ്ഞു 200 രൂപ. ലാസ്റ്റ് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 2 വീലേഴ്സിന് ഇവിടെ പൈസ ഇല്ലല്ലോ, അത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റിൽ പറഞ്ഞ് 50 രൂപ കൊടുത്തു അവന്. അങ്ങനെയാണ് 2 വീലർ എൻട്രി. അതായത് എല്ലാം പൈസ. അതായത് ചോദിക്കുന്നതൊന്ന്, അതായത് അവൻ 1000 ഉദ്ദേശിക്കേണ്ട 5000 ചോദിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. അപ്പം നമുക്കൊരു ടൂറിസ്റ്റ് സെൻറ്ററിൽ വന്നിട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും നമുക്ക് ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ ഇപ്പം നമ്മൾ പറയും അവിടെ അതുണ്ട് ഇതുണ്ട് വന്ന് കാണാം. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം വരുമ്പോൾ നമ്മൾ ക്ലിയറായിട്ട് ഒരു പിക്ചർ തരിക എന്നുള്ളത് യൂട്യൂബർ നമ്മൾ ബാധ്യസ്ഥരാണ്. സത്യസന്ധമായ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരിക്കലും ഈ ഒരു സ്ഥലം നിങ്ങൾക്കൊരു ഫാമിലിയായിട്ട് വന്ന് താമസിച്ച് ഇങ്ങനെ പോകാനായിട്ട് ജസ്റ്റ് വന്ന് കാണാം, അല്ലാതെ ഞാൻ അഡ്വൈസ് ചെയ്യില്ല. നമ്മളിപ്പം അവിടുന്ന് തിരിച്ചിറങ്ങി പഞ്ചഗനി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു. അവിടുന്ന് ഈ ഒരു ഇറക്കം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സിക്സാക് മോഡലുള്ള വളവാണ്. നമ്മൾ ഇന്നലെ കണ്ട ആ താഴ്വാരമെല്ലാം നമുക്ക് താഴെയായിട്ട് കാണാം. വലിയൊരു ഒക്കെയാണ് താഴേക്ക്. ഇന്നലെ മൊത്തം ഈ കയറ്റം മൊത്തം നമ്മൾ കയറിയാണ് വന്നത് കഴിഞ്ഞ ദിവസമേ. അപ്പം ഇനി അത് മൊത്തം നമ്മൾ തിരിച്ചിറങ്ങണം. അന്യായ സിക്സാക്ക് വളവാണ് കേട്ടോ. ഭയങ്കര ഇറക്കമാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെല്ലാം നമ്മൾ കയറി വന്ന വഴിയാണ്. പക്ഷേ ഇപ്പോൾ അത് ഓർക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര വളവാണ്, ഇറക്കവേ. കയറുമ്പോൾ നമ്മൾ അറിയില്ല, അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇറങ്ങുമ്പോൾ നമ്മൾ താഴേന്ന് വരുന്ന നമ്മൾ 2 വീലർകാരൊക്കെ റോങ് സൈഡിൽ കൂടെ കയറി വരുന്നു. പഞ്ചഗനിയിൽ നിന്ന് താഴേക്കുള്ള ഇറക്കം. ഓൾമോസ്റ്റ് നമ്മൾ താഴെ എത്താറായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പം താഴ്വാരത്തെത്തി. ഇപ്പം കൃഷ്ണനദി ക്രോസ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഇവിടുന്ന് 228 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ മുംബൈ എത്താനായിട്ട്. അപ്പം ലോണാവാല പൂന വഴിയാണ് പോകുന്നത്. ലോണാവാല അവിടെ ഏറിയ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഇതേ കാഴ്ചകളൊക്കെ ആയിരിക്കും അവിടെയും. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് സമയം കിട്ടിയാൽ അവിടെ നിർത്തും, ഇല്ലെങ്കിൽ നേരെ ഇന്ന് മുംബൈയിലായിരിക്കും സ്റ്റേ. അപ്പം നമ്മൾ ഇപ്പം ഹൈവേ കയറുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുക. ഹോട്ടൽ അജിൻക്യ എന്നും പറയും. അപ്പം ഫ്രണ്ട്സ്, നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനിയും നമ്മുടെ പൂനെ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ പോവാം ഇവിടുന്ന്. അപ്പം ഇനി ഇവിടുന്ന് ഒരു 200 കിലോമീറ്റർ ഉണ്ട്. ഇനി ഇവിടുന്ന് ഇപ്പം എക്സ്പ്രസ് വേയിലേക്ക് കയറും. നമ്മളിപ്പം വേലെ എന്ന് പറയുന്ന സ്ഥലത്തൂടാണ് ഇപ്പം പോകുന്നത്. വേലെ അത് നമ്മുടെ എക്സ്പ്രസ് വേയിലാണ്. പിന്നെ നിങ്ങളുടെ മുമ്പേ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ മഹാരാഷ്ട്രയിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ട് ഒരു നല്ലൊരു ഹോട്ടലാണ്, അത്യാവശ്യം നല്ലൊരു ഹോട്ടലിലാണ് കയറിയത്. ആദ്യമായിട്ട് 100 രൂപ ബില്ല് കിട്ടി. ഒരു മസാല ദോശ, ഒരു ചായ, 1 ലിറ്റർ വെള്ളം, 100 രൂപ ബില്ല്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് അവർക്ക് തെറ്റിപ്പോയതാണെന്ന് ഓർത്തു. ഞാൻ ഒന്നുകൂടെ നോക്കി ബില്ലിൽ 100 രൂപ. മസാല ദോശയും ചായയും വെള്ളവും കൂടെ 100 രൂപ ബില്ല്. ആദ്യമായിട്ടാണ് മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു ബില്ല് ഞാൻ കണ്ടത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു, ഫുഡും കൊള്ളായിരുന്നു.
വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഈ ധാബാകളിലോ അല്ലെ മറ്റുള്ളിടത്ത് കയറിയ പോലെ 100-150 രൂപ മിനിമം ഓരോ ഫുഡിന് അവർ ചാർജ് ചെയ്യാറുണ്ട് മിനിമം. അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ കണ്ടു കളിപ്പോൾ കേട്ടോ. എന്തായാലും കൊള്ളാം. ആദ്യമായിട്ട് എങ്ങനൊരു ഇവിടെ സംഭവിക്കുന്നു. ഇപ്പം നമ്മൾ റോഡിൽ വരുമ്പോൾ ഇവിടെ ഒരു ടണൽ കാണാം, കണ്ടോ? സാവധാൻ ഓഷൻ ഡേഞ്ചറസ് ഏരിയ. എൻ്റെ അമ്മ, വെളിച്ചത്തുനിന്ന് അകത്തോട്ട് വന്നപ്പോൾ ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് കൂളിംഗ് ഗ്ലാസും കൂടി ഇട്ടപ്പോഴത്തേനും ഒന്നുമില്ല. ഭയങ്കര ഇരുട്ട് കേട്ടോ. വണ്ടിക്ക് വെട്ടവേ ഇല്ലാത്ത പോലൊരു തോന്നുന്നു. ഇത് അന്യായമായി പോയി. എന്തെന്നറിയാമോ, വെളിയിൽ നിന്ന് കയറിയപ്പം നമ്മൾ ഭയങ്കര വെട്ടമായിരുന്നേ. ഭയങ്കര വെട്ടമായിട്ട് എൻ്റെ കൊന്നു അപ്പുറത്തെ ഇതിൽ കൂടെ ബസ് ലോറിയോ ഒക്കെ ബസ് ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. തകർത്താ പോകുന്നത് ബസ്സൊക്കെ. നമുക്ക് അപ്പുറത്തെ വഴിക്കൂടെ നമ്മുടെ ആണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത്രയും വെളിച്ചത്തുനിന്ന് അകത്തോട്ട് കയറിയപ്പം കൂളിംഗ് ഗ്ലാസും വെച്ച് കയറിയത്. എൻ്റെ അമ്മേ, ഇത് നോക്ക്. അയ്യോ, ഈ ബസ്സൊക്കെ എന്നെ ഇപ്പോൾ ഓട്ടേക്ക് പോയതായിട്ടാണ് എല്ലാത്തും. ഞാൻ കണ്ടായില്ല സത്യം പറയാമല്ലോ. ഭയങ്കര ഇട്ടോ ഡാർക്ക് കൂളിംഗ് ഗ്ലാസും കൂടെ വെച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് വെളിയിൽ ഭയങ്കര വെയിലല്ലേ, അതുകൊണ്ട് ഡാർക്ക് കൂളിംഗ് ഗ്ലാസും വെച്ച് പോയി വണ്ടി എടുത്ത് വന്നത്. അതെ, എൻ്റെ പൊന്നോ. ഇത് ടണലിൻ്റെ അടുത്ത ടണലിൽ ഇറങ്ങി പുറത്ത് വരുമ്പോൾ കേട്ടോ തീർച്ചയായും വ്യത്യസ്തമായ കാഴ്ചയാണ്. പെട്ടെന്നൊരു ഹില്ലി സ്റ്റേഷനിലോട്ട് വന്ന പോലെ ആയി. നമ്മളിപ്പോൾ മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി വന്നില്ലേ, അതുപോലെ തന്നെ. അതൊക്കെ ഫ്രണ്ടിലൊരു താഴ്വാരമൊക്കെ കാണാം. സൂപ്പർ കാഴ്ചകളാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. പൂനെക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അപ്പം അതിനിപ്പുറത്തായിട്ട് ഇവിടെ ഒരു ടണലുണ്ട്, അടുത്ത ടണൽ കണ്ടോ. ന്യൂ ഖത്രാജ് ടണൽ എന്നാണ് ഈ ടണലിൻ്റെ പേര്. ഉണ്ടോ, നമ്മൾ ആ ടണലിനകത്തോട്ടാണ്. NH4 ആണ് കേട്ടോ, നാഷണൽ ഹൈവേ 4. 1338 മീറ്റർ നീളമുള്ള ടണലാണ് ന്യൂ ഖത്രാജ് ടണൽ. ഈ ടണലിനകത്തെല്ലാം കയറുമ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. എല്ലാ ടണലും ഒരേ അവസ്ഥ തന്നെയാണ്. കയറുമ്പോൾ പിന്നെ മുമ്പേ കുറച്ചൊരു പെട്ടെന്ന് വന്ന് ഡാർക്ക്, ഇതിപ്പം കുറച്ച് മുമ്പേ തന്നെ ടണലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുന്നത്, നമുക്ക് നേരത്തെ തന്നെ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റി കുറച്ചൊക്കെ. നെട്ട് നീളമുള്ള ടണൽ 1338 മീറ്റർ. എന്നാലും പ്രത്യേകിച്ച് റോഡൊന്നും കാണുന്നില്ല. മുമ്പിൽ പോകുന്ന വണ്ടി നോക്കി അങ്ങ് പോവുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതൊന്നും കാര്യമില്ല. ലൈൻ നടുക്കത്തെ ലൈൻ കാണാം, മുമ്പിൽ പോകുന്ന വണ്ടി നോക്കുക, അങ്ങ് വിട്ട് പോവുക. എൻ്റെ പൊന്നു, അങ്ങനെ ഒരു ടണലും കൂടെ കഴിഞ്ഞു. എന്ത് സൗണ്ടാണ് പുറകെ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കൂടെ. അയ്യോ, വീണ്ടും വലിയൊരു സംഭവം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇനിയിപ്പം കൊലയവാടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ടണൽ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത്. ഫ്രണ്ട്സ്, ഇപ്പം പറഞ്ഞതിൽ ചെറിയൊരു തിരിച്ചുണ്ട് കേട്ടോ. ഞാൻ ഈ ടണലിപ്പം വന്നപ്പോൾ ഞാൻ 4 കിലോമീറ്റർ എന്നാണ് പറഞ്ഞു കേട്ടോ. 4 അല്ല കേട്ടോ, ഇവിടുന്ന് പൂനെക്ക് 19 കിലോമീറ്റർ ഉണ്ട്. പൂനെ 19 കിലോമീറ്റർ കണ്ടോ. മുംബൈ 166 കിലോമീറ്റർ. ഓക്കെ,
അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പൂനെയിലെ തിരക്കുകളിലേക്ക് വന്നു തുടങ്ങി, ഒന്ന് കയറി തുടങ്ങി. അപ്പം മലയാളികൾ വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് പൂനെ. വീടുകളും ഫ്ലാറ്റ് സമുച്ചയങ്ങളും ഒക്കെ നമ്മൾ വളരെയധികം കണ്ടു തുടങ്ങി ഇങ്ങനെ മുമ്പിലായിട്ട്. केरला काश्मीर जा रहे किधर से नहीं, अभी पेट्रोल डालने के लिए जा रहे. ओके जी, हैप्पी जर्नी. हाँ हाँ भाई, थैंक यू ओके थैंक यू. ഇവിടുന്ന് ബാക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പൂനെ എക്സ്പ്രസ് വേ സ്റ്റാർട്ട് ചെയ്യാം, മുംബൈ എക്സ്പ്രസ് വേ. പക്ഷേ നമുക്ക് അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ബൈക്ക് നോട്ട് അലൗഡ്. അപ്പോൾ ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോവാം. നമ്മൾ ലെഫ്റ്റിലേക്ക് എക്സ്പ്രസ് വേ കയറാതെ NH4 അവിടെ വരെ ഉള്ളൂ, അവിടുന്ന് എക്സ്പ്രസ് വേ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് റോഡ് പോവാം മുംബൈ, ലോണാവാല വഴി മുംബൈ. ഇവിടെ നല്ല ചൂടാണ് കേട്ടോ, കാലാവസ്ഥ നല്ല പഴുക്കാണ്. ഞാനാണ് രാവിലെ അവിടെ തണുപ്പായത് കൊണ്ട് അകത്ത് തെർമൽസൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിയത്. പിന്നെ ഇവിടെ വന്നിപ്പോൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ അതെല്ലാം ഊരിക്കളഞ്ഞു. ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. ലോണാവാലയിലേക്ക് വരുന്ന വഴി എല്ലാ സ്ഥലത്തും പോലീസ് ചെക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ പൂനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ റൂട്ടിൽ തിരക്കുള്ള ഒരു സ്ഥലമാണ് ലോണാവാല. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ലോണാവാല ഏരിയ ഭയങ്കര ട്രാഫിക് ഒരുക്കുക കണ്ടോ, ഭയങ്കര ട്രാഫിക് ഒരുക്കുക. അപ്പം ഞങ്ങളതിനുണ്ട് ലോണാവാല കറങ്ങുക എന്ന് പറഞ്ഞ പരിപാടി ഉപേക്ഷിച്ചു, നേരെ മുംബൈയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത് കണ്ടോ, കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് വണ്ടി ഇങ്ങനെ ക്യൂ കിടക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ നമ്മളീ പോകുന്ന ജംഗ്ഷനിൽ ബാക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് ലോണാവാലയിലേക്ക് പോകേണ്ടത്. പക്ഷെ അങ്ങനെ പോയാൽ നമുക്ക് വളരെയധികം ഡിലേ ആകും മുംബൈയിലെത്താനായിട്ട്. അപ്പോൾ ലോണാവാല എന്നുള്ള പരിപാടി ഉപേക്ഷിച്ച് നേരെ മുംബൈയിലേക്ക് പോകാം. ഇത് നോക്കിയത്, ഇതാണ് ലോണാവാല ഏറിയ. നമ്മൾ ഇന്നലെ കണ്ട അതേ ഒരു ഇത് തന്നെയാണ് കണ്ടോ. ഇത് താഴെയായിട്ട് നോക്കാം, കാണാം മലകൾ, കുന്ന്. ഭയങ്കര ഒരു ഇറക്കമാണ് എവിടെ നോക്കി. താഴെ നല്ല കിടിലം വ്യൂ പോയിന്റാണ്. കാഴ്ചകൾ നോക്കി, ഒരു ട്രെയിൻ വരുന്ന രംഗം കണ്ട, സൂപ്പറായിട്ടുണ്ടല്ലേ. ഇതാണ് ലോണാവാല. നമ്മൾ ഇന്നലെ പോയ ആ സെയിം സംഭവം തന്നെയാണ് ഈ കാണുന്നത്. കുറേ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളതിൽ ഇവിടെ നിർത്തുന്നില്ല. ചില നമ്മൾ ബോംബെ എത്തുക എന്നുള്ളതാണ് നേരത്തെ തന്നെ മുമ്പായി. അപ്പം അതുവേണ്ടിയാണ് വിട്ടുപോവുക. എല്ലാ റോഡിലും തിരക്ക് തന്നെ. അങ്ങനെ ലോണാവാലയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞൊരു കാട്ട് വഴിയിലോട്ട് കയറി. മറ്റേ വണ്ടികളെല്ലാം ആ വഴി പോയി. നമ്മളപ്പം ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഈ ഒരു വഴിയിലേക്ക് കയറി. ഇവിടുത്തെ വ്യൂവും അതിമനോഹരമാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റും മലനിരകൾ, 4 ചുറ്റിലും മലകളാൽ ചുറ്റിപ്പെട്ട ഒരു സ്ഥലമാണ് ലോണാവാല. എൻ്റെ ഷാപ്പ് കവാന്നേക്ക് നമ്മുടെ മുമ്പിലൊരു ബുള്ളറ്റ് ചേട്ടനുണ്ട്. ബുള്ളറ്റ് ചേട്ടൻ നമ്പറൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ചവിട്ടി പിടിച്ച് എന്താ പറഞ്ഞു. ഇതാണ് ലോണാവാല.
ഇതാണ് കേട്ടോ, നമ്മൾ മുംബൈ എത്താറായി. ഇത് പനവേലിലെ ടോൾ ബൂത്താണ്. അപ്പം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ പോകാം. ടോൾ ബൂത്ത് പനവേൽ. നമ്മുടെ പാലിയേക്കരയിലൊന്നും മാത്രമല്ല, എവിടെയുണ്ട് ഇതുപോലൊക്കെ തിരക്ക് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം നമ്മളിത് ഇപ്പം പനവേലിനിപ്പുറേ ഇവിടെ ബൈപ്പാസിൽ കുറച്ച് നേരം വണ്ടി നിർത്തി. കുറച്ച് നേരം ഓടിച്ചപ്പോഴത്തേനും എല്ലാ സ്ഥലം മരച്ചു. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം ഇത് നിർത്തി വെച്ചേക്കുക. വലിയ വണ്ടി, ഹെവി വണ്ടികളാണ് ഈ റോഡിൽ ഫുള്ള്. അങ്ങനെ 5 മിനിറ്റത്തെ റെസ്റ്റ് എടുപ്പിന് ശേഷം നമ്മൾ പനവേൽ സിറ്റിയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് സുഹൃത്തുക്കളെ, നീങ്ങുകയാണ്. അമ്മേ, പിന്നെ നമുക്ക് അവിടെ നിന്ന് ധാരാവി എന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ സുഹൃത്തുക്കളെ. നമുക്കപ്പം ധാരാവി കാണാൻ പോകണം. ഓക്കെ, അപ്പോൾ പനവേൽ ലെഫ്റ്റിലേക്ക്. മുംബൈ 54 കിലോമീറ്റർ, താനെ 36 കിലോമീറ്റർ, കല്യാൺ 44 കിലോമീറ്റർ, ഉറാൻ 24, JNPT 23. ഇവിടെ വന്നപ്പോൾ റോഡുകൾ മുഴുവൻ ടിസ്റ്റാണ്. അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എങ്ങോട്ട് തിരിയണോ എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങോട്ട് തിരിഞ്ഞു. മുംബൈയിൽ നിന്ന് ബോർഡ് കണ്ടു, വീട്ടാക്കാം. മുംബൈ സബർബൻ റെയിലൊക്കെ കണ്ടു തുടങ്ങി സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളും മുംബൈയിലെ ട്രാഫിക്കിൻ്റെ കൂടെ ഒഴുക്കിനൊത്ത് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. സിയോൺ പൻവേൽ ടോൾ. പനവേൽ പാലം കടന്ന് നമ്മൾ മുംബൈക്ക് പോവാണ്. കണ്ടോ, മുംബൈയിലെ ടാക്സികൾ കണ്ടോ, ഒട്ടുമിക്കതും ഹുണ്ടായി സാൻഡ്രോ വണ്ടികളാണ്. പഴയ സാൻഡ്രോ കണ്ടോ, ഒട്ടും കൂടുതലും അതാണ്. പിന്നുള്ളത് ഇതുപോലെ മാരുതി ഓമ്നി വാൻ ഉണ്ടോ, അപ്പുറം എല്ലാം കിടക്കുന്ന സാൻഡ്രോ. നമ്മളിപ്പോൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ടാണ്. ഫ്രണ്ട്സ്, അറ്റ് ലാസ്റ്റ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ നാളെ തൊട്ട് അടുത്ത 2-3 ദിവസം മുംബൈ ചുറ്റിക്കറങ്ങിയുള്ള വീഡിയോസുമൊക്കെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് വേറെ ഒന്നുമില്ല, ഈ വന്ന വഴിയുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പം വീണ്ടും നാളെ കാണാം. ഓക്കെ.